നമസ്കാരം. രാജേഷ് ആർ നായർ, കഴുതിയിൽ. എന്താണ് സോഷ്യൽ സർവേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയ മണ്ഡലത്തിലും സാമൂഹ്യ രംഗത്തും അധികാരികൾക്ക് മുന്നിലും ഒക്കെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി സോഷ്യൽ സർവേ അഥവാ സാമൂഹ്യ കണക്കെടുപ്പ് മാറിയിട്ടുണ്ട്. അടുത്ത കാലത്തായി അത് കൂടുതൽ പ്രചരണങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. മാനവ ഐക്യവേദി പ്രസ്ഥാനം കേരള ഹൈക്കോടതിയിൽ WPC 35-220/2017 നമ്പരായി രജിസ്റ്റർ ചെയ്ത കേസിന്മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2020 സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചു. കേരളത്തിൽ സമഗ്രമായിട്ടുള്ള സോഷ്യൽ സർവേ നടത്തുന്നതിനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. എന്താണ് സോഷ്യൽ സർവേ? 1932 തിരുവിതാംകൂർ സ്റ്റേറ്റിൽ, അന്നത്തെ തിരുവിതാംകൂർ രാജ്യത്ത്, ജനങ്ങളുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു സർവേ ആരംഭിച്ചു. അതാണ് ആദ്യത്തെ സമഗ്രമായിട്ടുള്ള സർവേ അഥവാ സാമൂഹ്യ സർവേ. 1932 നടത്തിയ സർവേയുടെ കണക്കനുസരിച്ച് 1934 മുതൽ തിരുവിതാംകൂർ രാജ്യത്ത് അവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങളും നിയമസഭാ സീറ്റുകളും ജാതി മത പരിഗണനയോ വിവേചനമോ കൂടാതെ സകലർക്കുമായി വീതം വച്ചു നൽകി അഥവാ സംവരണം ചെയ്തു. നിശ്ചിത ശതമാനം കണക്കിലാണ് സംവരണം ചെയ്തത്. നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി, അതുപോലെ അതോടൊപ്പം ഈഴവ, പട്ടികജാതി അല്ലെങ്കിൽ അതുപോലുള്ള പിന്നീട് പട്ടികജാതി വർഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സമുദായങ്ങൾ, അതുപോലെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഇവരെ ഒന്നും ജാതിയുടെ പേരിൽ പ്രത്യേക പരിഗണനയോ വിവേചനമോ നടത്താതെ തുല്യമായിട്ടുള്ള നിലയിൽ ഏകദേശ ജനസംഖ്യയുടെ കണക്കനുസരിച്ച് അവർക്ക് നിശ്ചിത ശതമാനം പരിഗണന നൽകപ്പെട്ടു. അത് അവിടുത്തെ അന്നത്തെ നിയമസഭയിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലും അതോടൊപ്പം സർക്കാർ ഉദ്യോഗങ്ങളുമാണ് അവിടെ അനുവദിച്ചത്. കൂടാതെ സാമ്പത്തികപരമായിട്ടുള്ള പല സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നൽകപ്പെട്ടു. 1934 ഉൾപ്പെടുത്തിയ സമുദായങ്ങളിൽ നിന്ന് 1956 കഴിഞ്ഞ് 57 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന സർക്കാർ ഇതിൽ സംവരണ പട്ടികയിൽ ഉണ്ടായിരുന്നതിൽ നിന്ന്, പിന്നാക്ക സംവരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ നിന്ന് നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായങ്ങളെ മാത്രമായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. അഥവാ നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസി സമുദായങ്ങളിലെ പിന്നാക്കാവസ്ഥ, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ അനുഭവിച്ചു വന്നിരുന്ന ജനങ്ങൾക്ക് നൽകി വന്ന അതുവരെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നിർത്തിവച്ചു. ഈ നിർത്തിവെച്ചതിന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള സർക്കാർ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഭരണഘടനയിൽ പറയുന്ന സാമൂഹ്യ തുല്യനീതി, അവസര സമത്വം നായർ, ബ്രാഹ്മണ, ക്ഷത്രിയ, അമ്പലവാസിയിലെ പിന്നാക്ക ജനവിഭാഗത്തിന് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അഥവാ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ
നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായത്തിലെ പിന്നാക്ക ജനവിഭാഗത്തിന് നിഷേധിക്കപ്പെട്ടു. ഇങ്ങനെ സംവരണ പട്ടികയിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകുന്ന പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലേക്ക് പ്രത്യേകമായി സമഗ്രമായ സാമൂഹ്യ സർവേ നടത്തുകയോ അല്ലെങ്കിൽ കണക്കെടുപ്പ് നടത്തുകയോ എന്തെങ്കിലും രേഖകളുടെ അടിസ്ഥാനമില്ലാതെയാണ് ഈ വിഭാഗത്തെ സംവരണ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ് സാമൂഹ്യ കണക്കെടുപ്പ്? നമ്മുടെ സ്റ്റേറ്റിലെ സകല ജനങ്ങളിലും അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനമില്ലാതെ ജനങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള അവസ്ഥ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അവസ്ഥ, ജനപ്രതിനിധി സഭകളിലെ പ്രാതിനിധ്യം, സ്റ്റേറ്റിലെ അധികാരപ്പെട്ട ഉദ്യോഗ തലങ്ങളിലെ പ്രാതിനിധ്യം എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള സമുദായം തിരിച്ചുള്ള കണക്ക് തന്നെ സമഗ്രമായ സോഷ്യൽ സർവേയിലൂടെ നമുക്ക് ലഭ്യമാകും. അത്തരത്തിൽ ശേഖരിക്കുന്ന കണക്കുകളിൽ നിന്ന് സാമ്പത്തികപരമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ജനങ്ങൾക്ക്, ജനവിഭാഗത്തിന് അവർ മുന്നോട്ട് വരുന്നതിന് വേണ്ടി അഥവാ മുന്നേറുന്നതിന് വേണ്ടി സാമ്പത്തിക ആനുകൂല്യങ്ങളും കൂടാതെ സർക്കാർ ഉദ്യോഗങ്ങളിലെ നിശ്ചിത ശതമാനം അനുവദിക്കപ്പെടാൻ കഴിയുന്ന തരത്തിൽ ശതമാനം കണക്കിൽ സീറ്റുകളും, നിയമസഭയിലെ നിശ്ചിത ശതമാനം സീറ്റുകളും, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിശ്ചിത സീറ്റുകളും അവർക്കായി വീതം വച്ച് നൽകുന്നു, അല്ലെങ്കിൽ നീക്കിവെക്കുന്നു, സംവരണം ചെയ്യുന്നു. ഇതാണ് സോഷ്യൽ സർവേ കൊണ്ട്, സമഗ്രമായിട്ടുള്ള സാമൂഹ്യ കണക്കെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ജാതിയുടെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ വിവേചനം ഉണ്ടാകുന്നില്ല. അവിടെ അവർ കൃത്യമായിട്ടും രാജ്യത്തെ പൗരന്മാരെന്നുള്ള നിലയിൽ ഭരണഘടന അംഗീകരിക്കുന്ന, സർക്കാരിൽ ബാധ്യതപ്പെട്ട അവകാശങ്ങളാണ് പിന്നാക്ക ജനവിഭാഗം ആഗ്രഹിക്കുന്നത്. അത് സമഗ്രമായിട്ടുള്ള ഓരോ കുടുംബത്തിലെയും, ഒരു കുടുംബത്തിൽ നിന്നും അവരുടെ സാമൂഹ്യ പിന്നോക്കാവസ്ഥ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, അതോടൊപ്പം വിദ്യാഭ്യാസത്തിലെ പിന്നോക്കാവസ്ഥ എന്നിവയെ സംബന്ധിച്ചുള്ള വിശദമായ വീടാന്തരമുള്ള കണക്കെടുപ്പിലൂടെ മാത്രമേ സംസ്ഥാനത്തെ സാമൂഹ്യപരമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തുവാൻ ഏതൊരു ഗവൺമെന്റിനും കഴിയുള്ളൂ. ഇതാണ് കേരള ഗവൺമെന്റ് ജാതി വിവേചനം കൂടാതെ, ജാതി പരിഗണന കൂടാതെ സംസ്ഥാനത്തെ പൗരന്മാരിൽ പിന്നാക്കം നിൽക്കുന്ന ജനങ്ങളെ വിഭാഗമായി ഉൾപ്പെടുത്തി അവർക്ക് വേണം സാമ്പത്തിക ആനുകൂല്യങ്ങളും സംവരണവും അനുവദിക്കേണ്ടത്. നമസ്തേ, രാജേഷ് നായർ.